പരിചയപ്പെടാൻ തന്നെ വാർവാലപ്പണി കച്ചവടം അങ്ങനെ ആകുമ്പോൾ കുറേ ആൾക്കാർ പരിചയപ്പെടുമല്ലോ. പിന്നെ കാര്യമായിട്ട് ഇപ്പോൾ ഈ ആസ്പത്രിയിലൊക്കെ കുറേ ആൾക്കാർ കാപ്പുന്നൊക്കെ വരുമ്പോൾ അന്നൊന്നും ഇപ്പോൾ എന്തേലും വന്നാൽ നമ്മളെടുത്ത് തന്നെ വരിക. അപ്പോൾ ഈ പിന്നെ ജാത്രതാത്തേക്കൊക്കെ മുസ്തമാനായിട്ട് വരിയിട്ടൊക്കെ കുട്ടികളെ ഒക്കെ ആകുമ്പോൾ എൻ്റെ തന്നെ പാൽ ചായ കുടിച്ചിട്ടാണ് അവിടെ പോവുക. അങ്ങനെ ഫസ്റ്റ് ഒരു അങ്ങാടിയിൽ വരുമ്പോൾ പിന്നെ ചിലവർക്ക് പൈസ ഉണ്ടാവില്ല. ചിലപ്പോൾ പറയാ ഇപ്പോൾ പിന്നെ പൈസൽപ്പാൻ്റെ ഉമ്മ പേര് പിന്നെ ഖദീസാത്ത ഉണ്ടായിരുന്നു. പിന്നെ ഖദീജാൻ്റെയൊക്കെ ഉമ്മ നബിസാത്ത. അതിനെ കൂട്ടിയിട്ട് പിന്നെ രാമദാസിൻ്റെ അവിടെ വലിയ ഒന്ന് വിശ്വാസമാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ പാൽച്ചായൊക്കെ കുടിച്ച് അങ്ങനെ മയമുഖാക്കി അബുവാക്കി ഓലൊക്കെ അങ്ങനെ നമ്മളെ ആൾക്കാർ ആര് വന്നാലും എൻ്റെ അടുത്ത് വരും. അവിടെ വേറെയും കച്ചവടക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കാപ്പിങ്ങനെ കൂട്ടുപോയി ഇവരൊക്കെ അവിടെയൊക്കെ വന്നാലേ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ മയമാലിയാജി എനിവാക്കിയൊക്കെ ആ കേസിൻ്റെ തിരക്കിലൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരിക്കലാണ്. പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകാൻ സീറ്റ് പിടിച്ചു കൊടുക്കും. പിന്നെ അന്നിപ്പം പിന്നെ പ്രസിഡൻ്റല്ലാണ് മൂപ്പരെ. ഞാൻ ബാഗ് കൊണ്ടുപോയിട്ട് തിരുവനന്തപുരം ബസ്സിൽ ഇത് വെച്ച് കൊടുക്കും. എൻ്റെ അടുത്ത് വന്ന ആമ്പിളിറ്റും ബ്രെഡൊക്കെ കഴിക്കുന്നത് അല്ലേ പറയാ. അങ്ങനെ ഓരോ ഉണ്ട്. പിന്നെ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ് കഴിച്ചിട്ട് ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. ഈ സ്കൂളിൽ എനിക്ക് പിന്നെ മാഷന്മാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ചോറ് കൊടുക്കൽ, പിന്നെ ചോറുണ്ടാക്കൽ, ചായ കൊടുന്ന് കൊടുക്കൽ, അങ്ങനെ ഈ എമ്മടി തൊടിയിലൊക്കെ മാഷന്മാർ പാത്തിന് കൊടുക്കുക, കഞ്ഞിയും ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അന്നത്തെ കാലം അതല്ലേ. അതിൽ സ്കൂളിൽ പോയാൽ കരയും കൂടി ചെയ്തിരിക്കണം. അന്നത്തെ കാലം ആരും പിന്നെ പഠിപ്പിക്കാണ്ടായില്ല. ഇപ്പോൾ കുട്ടികളിപ്പോൾ 7 ആളുണ്ട്. അതിൽ 5 പെൺകുട്ടികൾ കല്യാണം കഴിച്ച് കുട്ടികളായി, കുഴപ്പമൊന്നുമില്ല. വലിയവനെ ഇപ്പോൾ പറഞ്ഞില്ല ബികോം പഠിച്ചെന്നല്ലേ. അല്ല ഓനിപ്പോൾ കണ്ണട ഫിറ്റിംഗ് ഇതൊക്കെ കൈത്തൊഴിൽ പഠിച്ചുകൊണ്ട് അതിന് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് പിന്നെ സമ്പാദ്യം തന്നെ കൂട്ടുകാരും ലോകിയക്കാരും നാട്ടുകാരും. കടങ്ങൾ വലിയ കടങ്ങളൊന്നുമില്ല. എവിടെ ചെന്നാലും അറിയുന്ന ആൾക്കാരുണ്ടാവും. പല്ലക്കുളം പണി ഒക്കെ എടുത്ത് നന്ന് പിന്നെ അവിടെ മൂലിയര തുടിയിൽ ഞാൻ ചായക്കച്ചവടം ചെയ്തിട്ടുള്ളൂ. ഞാനും കുരുക്കളംശി. അതിൽ അവിടെ 10 പൈസയാണ് അന്ന് ചായക്ക്. 10 പൈസ ഉണ്ടാക്കും. 100 ആൾക്കാർ പണിക്കാരുണ്ടായിരുന്നേ. അതിൽ ഇപ്പുറത്ത് മറ്റേ പൗരക്കാർ അബ്ദുക്കാക്കാൻ്റെ കച്ചവടം, അപ്പുറത്ത് മൂല്യന്മാർ അതിൽ പ്ലാൻ്റെ വീട്ടിൽ എനിക്കും കുരുക്കളംശക്കും. ഇങ്ങോട്ട് പിന്നെ കുണ്ടോട്ട് അംശമാക്കിയെന്ന് വന്ന് നിർത്തുന്നത്. അത് നിറയെ ചേർ തന്നെ. 100 ആൾക്കാർ പണിക്കാരുണ്ടായിരുന്നു. അവിടെ പണിക്കാത്തോലും ആരും ഉണ്ടാവില്ല കാപ്പിൽ പറയാ. അപ്പോൾ ഓരൊക്കെ ചായക്ക് പിന്നെ ചായ കച്ചവടത്തിനും കോൺട്രാക്ടറും പൈസ തന്നിട്ട് ഞങ്ങൾ ഉണ്ടിയും ചായ ഉണ്ടാക്കും. ഞങ്ങൾ രണ്ടാളും ഷെയറായിട്ട് അവിടെ കച്ചവടം ചെയ്യുന്നു. ഗൾഫൊക്കെ ഒന്നില്ലേ. അങ്ങനെ ഓപ്ഷനിലേക്ക് പണിക്ക് പോയാലും കുറേ ഉണ്ടാവും കാപ്പിൽ. ഞാനൊക്കെ 1.25 ഉറുപ്പ്യക്ക് അവിടെ റോഡ് പണിക്ക് പോയിക്കണം സ്കൂൾ വിട്ടിട്ട്. അത് ഒരാഴ്ച പിന്നെ അതിനെ പിന്നെ നീർച്ചയൊക്കെ ആക്കിയിട്ടാണ് പണി തന്നെ കിട്ടിയിട്ടുള്ളത്. 1.25 ഉറുപ്പ്യ. അവിടെയും ഈ കൃഷ്ണൻകുട്ടി സാർ എന്ന് പറഞ്ഞ ആൾക്ക് ചോറുണ്ടെ കൊടുക്കലും ചായ കൊണ്ടേ കൊടുക്കലും അങ്ങനെയൊക്കെ പണി തന്നെ. അപ്പോൾ പറയാ അന്നത്തെ കാലത്ത് ഇല്ലേ ജീവിതം അങ്ങനെയാണ്. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ പിന്നെ കൃഷിപ്പണി തന്നെയാണ് ആദ്യം. പിന്നെ നമ്മളെ ചെറുപ്പം മുതലൊക്കെ മുക്കാട്ട് ഈ രണ്ടാളും പിന്നെ തെച്ചിക്കൊന്മാർ കൊടുത്ത 2 ആളുണ്ടാവും, നമ്മളടുത്ത് 2 ആളുണ്ടാവും, അപ്പൂൻ്റെ കൊടുത്ത് 2 ആളുണ്ടാവും. അങ്ങനെ 5-6 ആൾ ഒരു കൂടിയത്തെ പണിക്കാരാകാരം. അതിൽ രാവിലെ പിന്നെ ഈ 6 ആളും കൂടി കൊയ്യാനും മുരിക്കാനും പിന്നെ തൂലെട്ടാനും വളം കോരാനും ഒക്കെ പോകും ചെറുപ്പത്തിൽ. അന്നൊക്കെ ഇപ്പോൾ 1.5 ഇപ്പോൾ കൂലി. പിന്നെ അങ്ങനെയൊന്നും. അപ്പോൾ കൃഷിപ്പണി എടുത്തുക്കണം നല്ലോണം. പിന്നെ മുക്കാട്ടൊക്കെ കന്ന് നോക്കിക്കണു. പിന്നെ ആരെങ്കിലും പാർപ്പേർ പോയാൽ അപ്പോൾ നമ്മൾ പോയി നിൽക്കുക അവിടെ. അങ്ങനെയൊക്കെ തന്നെ ചെറുപ്പത്തിൽ. പിന്നെ ബസ് ഓട്ടമൊക്കെ തുടങ്ങിയിട്ട് അങ്ങാടി കയറിയതാണ്. പിന്നെ ഞാൻ പെരിന്തൽമണ്ണ വാർവാലപ്പണി ബാലഗോപാലിൻ്റെ അടുത്ത് കുറേ പിന്നെ അവിടെ ചെറുപ്പത്തിൽ എല്ലാ ഹോട്ടലിലും പണിയെടുത്തുക്കണം. പിന്നെ ഏതൊക്കെ മറ്റേ റൈസിൽ പിന്നെ അതേമാതിരി പിന്നെ റൈസ് പിന്നെ ഇപ്പോൾ ഏതാ പിന്നെ ഷാലിമാറിൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ടായില്ലേ. സലീമാറിൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിലവിടെ എല്ലാ ഹോട്ടലിലും പണിയെടുത്തുക്കണം. പിന്നെ അവിടെ കുണ്ടപ്പാടം വേട്ടിയാജി കച്ചവടം നിർത്തിയതിൻ്റെ ശേഷം അവിടെ പിന്നെ ഏട്ടന് കുറച്ച് കാലം നടത്താൻ കൊടുത്തിട്ടേ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു കഞ്ഞി കച്ചവടം ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ഈ മാർക്കറ്റിൽ പിന്നെ അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അധികം. പിന്നെ ഹോട്ടലിൽ കിഷൻ നായര ഹോട്ടൽ മാത്രമേ കാര്യമായിട്ടുണ്ടായിരുന്നു മൂത്രയ്ക്കാനും ഇതിനൊക്കെ പോകാനില്ല. നമ്മളെ പിന്നെ കച്ചവടത്തിൻ്റെ അടുത്തൊരു പിന്നെ ബാത്റൂമിൻ്റെ കക്കൂസിൻ്റെ ഒന്ന് അങ്ങനെ കിടക്കുന്നു, മാർക്കറ്റിൽ കിടക്കണം അവിടെ. അവിടെ മേട്ടിയാജി കച്ചവടം ചെയ്തിട്ട് പിന്നെ കാർണൂൽ കുറച്ച് നേരം നടത്തിക്കണു. അപ്പോൾ പിന്നെ അഴുകിയ അടിയന്തരാവസ്ഥയിലാണ് ഇപ്പോൾ അതൊക്കെ പിന്നെ എടുത്ത് വേറെ പുതിയ ബസ് സ്റ്റാൻഡ് വന്നു. അന്ന് നല്ലൊരു ഒരു കച്ചവടം ചെയ്തു. അന്ന് കാപ്പിലെ മൂലിയരൊക്കെ മരിച്ച കൊല്ലത്തിലാണ് ലത്തീഫ് ഹാജിൻ്റെയൊക്കെ. ഈ കാപ്പിൽ പഴയ കാലത്ത് പിന്നെ പിന്നെ പഴയ കാലത്ത് പറഞ്ഞാൽ ഈ അന്നിപ്പോൾ പിന്നെ ഈ നായാട്ടുകാർ പിന്നെ കാളൂട്ടുകാർ അങ്ങനെയുള്ള കമ്പക്കാരാണ്. പുറത്തു കൂടെയുള്ള സിനിമയും അതും ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ വേട്ടയാടി ജീവിച്ചിരുന്നൊരു കാലം പഴയ കാലത്തുണ്ടായത്രേ. അപ്പോൾ അങ്ങനെയല്ല പിന്നെ കുട്ടികളാവുമ്പോഴും ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നായാട്ടിന് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പോയി ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പന്ത് കളിയായി. പിന്നെ നേർച്ചയൊക്കെ ഒന്നായിട്ട് കാപ്പിൽ രണ്ട് ഭാഗത്തും ആൾക്കാർ വന്നിട്ട് ചോറ് വെച്ചിട്ട് രണ്ട് വാരിയിലും ഇങ്ങനെ വിളമ്പി കൊടുക്കലാണ്. ഭയങ്കര നമ്മൾ ചെറുപ്പമൊക്കെ ഭയങ്കര ദരിദ്രമായിട്ടില്ല തന്നെയാണ്. ഒരു പിന്നെ ശരിക്കും ഭക്ഷണമൊന്നും കിട്ടാത്തേ. ഈ നീർച്ചാൽ ഓണം പെരുന്നാളൊക്കെ വരുമ്പോൾ തന്നെ ഉള്ളൂ ശരിക്ക് പിന്നെ ഭക്ഷണമൊക്കെ പിന്നെ ശരിക്ക് ചോറൊക്കെ ഒക്കെ ചില വീട്ടിൽ മാത്രമുള്ളൂല്ലോ ഇതൊക്കെ. പിന്നെ ഈ ചോറൊക്കെ ഹോട്ടലിലൊക്കെ തൂക്കി കുടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. 500 ഗ്രാം അങ്ങനെ നല്ല വില. പിന്നെ പൂള ചക്ക അതൊക്കെ മാത്രം ചെറിയ കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചിട്ടേ അങ്ങനെ കുറേ നമ്മളൊക്കെ കുറേ അനുഭവങ്ങൾ കഴിഞ്ഞു പോയ കാലം തന്നെയാണ്. നേർച്ച കാപ്പിൽ നേർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര നേർച്ച എന്താ പഴയ കാലത്തെ. പിന്നെ ഇപ്പോൾ അന്ന് പിന്നെ പുലരിക്കൊക്കെ അന്ന് ഞാൻ ബാലഗോപാലിനോടൊക്കെ വാർവാലപ്പണി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് 2 റുപ്യൊക്കെ റെസിറ്റ് പിന്നെ ഇന്ന് കിട്ടുക. ബ്രഹ്മാഷ് ബുക്കൊക്കെ തന്നിട്ട് അതിന് പൈസയൊക്കെ പിരിച്ചു കൊണ്ടുവരുത്തിയിരുന്നു. അന്ന് പിന്നെ എല്ലാവരും കൂടിയിട്ടില്ലായിരുന്നു. പുലരി എന്നോട് ഉണ്ടായിരുന്നതേ ബുക്ക് വായിക്കാനും എഴുതാനും ഒക്കെ. പഴയ കാലത്ത് അതിന് താഴേക്കാപ്പ് മേലേക്കാപ്പ് അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. എല്ലാവരും കൂടിയിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം അത് ഈ പിന്നെ ഒറേങ്ങൽ നീനാജിൻ്റെ അതിൻ്റെ മുകളിലില്ലേ മുസ്തഫയൊക്കെ ഉണ്ടെന്ന് പിന്നെ നീനാജിൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു മുസ്തഫ. ഓനൊക്കെ നല്ല ഉഷാറ് കുട്ടിയായിരുന്നു. ഓനൊന്നും അസുഖമായിട്ട് മരിക്കുകയും ഈ പിന്നെ ഒറേങ്ങൽ അംസുമൻ്റെ മാതിരി ഓന് ഗൾഫിലൊക്കെ പോയി രക്തപാതമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ. അപ്പോൾ എൻ്റെ കുട്ടികൾ തന്നെയാണ്, ഭാര്യയും കുട്ടികളൊക്കെ തന്നെയാണ്. പിന്നെ നീനാജി അച്ഛനൊക്കെ ഷെയറായിട്ട് കച്ചവടം ചെയ്യുന്നത് അത്ര പഴയ കാലത്ത് കുരുമുളക് കച്ചവടം വണ്ടി കച്ചവടം കൂടെ അങ്ങനെ. എൻ്റെ അച്ഛൻ ഇതിപ്പോൾ നടന്ന നല്ല പൈസ കിട്ടിക്കണോ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. മുമ്പേ വീട് വാങ്ങിയ സ്ഥലമാണ് ഇപ്പോൾ പെര കയറ്റിയ സ്ഥലമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അല്ല പിന്നെ ആദ്യമൊക്കെ ഈ വൈക്കോൽപ്പരല്ലേ, അതിൽ വൈക്കോൽപ്പര നമ്മളതൊന്ന് കത്തിക്കണമെന്ന് തോന്നുന്നു പഴയ കാലത്തെ. കത്തിയിട്ട് കഴിഞ്ഞ് അന്ന് കുറേ നഷ്ടം വന്നുകൊണ്ട് പിന്നെ മുക്കടപ്പാടോ ഇതൊക്കെ കൃഷിയിലോ അച്ഛൻ അണ്ടി കച്ചവടവും ഇതൊക്കെ പറയുന്നേക്കാം ഓരോ കാര്യങ്ങൾ. അന്നൊക്കെ സുഖമായിരുന്നു. പിന്നെ അവിടെ വണ്ടി കൊണ്ടുവന്നിട്ടു അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായി. അന്ന് പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടേനും അത് അവിടെ തൊട്ട് പിന്നെ അത് നമ്മൾ പിന്നെ ഒരു 2-2:30 കട തുറന്ന രാത്രി ചിലപ്പോൾ 1 മണി വരെ 12:30 മണി വരെ ഒക്കെ നിന്നിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും കച്ചവടം വന്ന് പിന്നെ താഴെക്കോട്ട് നടക്കാൻ അവിടെ ചായക്കാവുള്ളൂ. താഴെക്കോട് ഈ പിന്നെ ചുക്ക് കാപ്പി പൂവട നെയ്യപ്പം ഇതൊക്കെ കഴിക്കാൻ ഓംപ്ലേറ്റ് പലയിടത്തുനിന്ന് കാര്യവട്ടം മണ്ണാർമല അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു. പിന്നെ പിന്നെ അവിടെയൊക്കെ കച്ചവടം സൗകര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ അവിടെ ഇപ്പം ഞാൻ പിന്നെ വലിയൊരു പിന്നെ വാടക കൊടുക്കാതെ തന്നെ എനിക്ക് വലിയ ഹോട്ടലൊക്കെ തരാമെന്ന് പറഞ്ഞ മുതലാളിമാരുണ്ട്. അപ്പോൾ അത് അതിനും കടം മേടിച്ച് 5-8 ആൾക്കാരൊക്കെ പണിക്കാരെ വെച്ച് നടത്തുമ്പോഴേ അപ്പോൾ എന്താ പറഞ്ഞാൽ വലിയ നഷ്ടം വന്നാലേ നമുക്ക് നിർത്താൻ കഴിയണ്ടേ. അപ്പോൾ നമുക്ക് കഴിയണ മാതിരിയൊരു കടയാണ് നമ്മളെ അന്ന് തൊട്ട് ഇന്ന് വരെ. അവിടെ കാപ്പിലെ ഇപ്പം പെരിന്തൽമണ്ണ കച്ചവടം ചെയ്ത് തന്നെ കാപ്പിലെ കുറേ കുട്ടികളെ ഞാൻ കൊണ്ടുപോയി അവിടെ പിന്നെ ഇന്ത്യയിൽ നിന്ന് നിൽക്കണം. ഈ ശില്പി പിന്നെ ഗഫൂർ പിന്നെ ഹാജറാൻ്റെ അങ്ങനെ കുറേ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഓല അവിടെ നിന്ന് പിന്നെ അങ്ങനെ ഓലൊക്കെ ഇപ്പോൾ മുതലാളി അറിയിക്കണം പറയാ. നമുക്ക് അല്ല നമുക്ക് കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇങ്ങനെ 10-66 വയസ്സായി. ഇപ്പോഴും ഇപ്പോൾ അതുകൊണ്ട് തന്നെ പോണത്തോളം അങ്ങനെ പോവും. കാപ്പിൽ
ശരിയായിട്ട് കറക്റ്റായിട്ട് ഞാൻ പിന്നെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. എന്നാലും ഒരു 25 വർഷമൊക്കെ ആയിട്ടുണ്ടാവും തൊട്ട്. പിന്നെ കാരണം അതിപ്പോൾ ഈ പിന്നെ ഞാൻ പിന്നെ പെരിന്തൽമണ്ണ വന്നിട്ട് പിന്നെ നിനാജിൻ്റെ റൂം വാടക കൊടുത്തു. അപ്പോൾ പിന്നെ അതിന് അഡ്വാൻസ് കൊടുത്ത് കസാലയും കുറച്ച് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി അവിടെ തുടങ്ങാൻ പുറപ്പെട്ടാണ്. അതിൽ പിന്നെ ഒന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാര്യവട്ടത്തെ ബില് വന്നു അഡ്വാൻസ് കണത്താറേ. അപ്പോൾ വില അങ്ങനെ വരുന്നുണ്ട്. വില ഒരു കൊടുക്കലന്ന് അന്ന് 25 റുപ്യ വാടക പറഞ്ഞിട്ട് എടുത്താണ്. പെരിന്തൽമണ്ണ ഇന്ന് ഞാൻ വന്നപ്പോൾ അവിടെയൊക്കെ പൊളിപ്പിച്ചപ്പോഴേ അവിടെ മിൽക്ക് ബൂത്തല്ലേനു, വിനോദ സൊസൈറ്റിൻ്റെ മിൽക്ക് ബൂത്തേനു. അത് ഞാൻ വാടകയ്ക്ക് മേടിക്കുന്നു. അത് ഗവൺമെൻറ് അംഗീകാരം ഇല്ല തന്നെയായിരുന്നു. പക്ഷെ അത് കൊല്ലം കണക്ക് കൊടുക്കായിട്ട് അത് പൊളിച്ചു, വികലാംഗം പെട്ടി പൊളിച്ചപ്പോൾ പൊളിച്ചു. അതിൽ പിന്നെ മുക്കാട്ടെ ഒംസപ്പാൻ്റെ അപ്പ പറഞ്ഞു, ഇജ്ജ് കാക്കാനോട് ചോദിച്ചിട്ട് അവിടുന്ന് ആ റൂം ചോദിച്ചു നോക്കുക എന്നിട്ട് ഇപ്പം പിന്നെ ശരിയപ്പ് ബാർബർ ഷോപ്പിൻ്റെ അവിടെ അല്ലേ, അപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞാണ്. അപ്പോൾ പിന്നെ ചോദിച്ചു നോക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഇജ് വണ്ടി കൊണ്ടിട്ട് ഇവിടെ സൈഡിൽ ഇട്ടോന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ മേമാജി ഇടിച്ചാണ് അവിടെ ആ വണ്ടി. അതിപ്പോൾ 10-25 വർഷമായി മൂപ്പര് അവിടെ വീഴും.